അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം തന്നെയാണ് എൻഡിഎ പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകുന്നത്. ഒരു വികസിത കേരളത്തിനായി എന്തൊക്കെയാണ് പ്രകടന പത്രികയിലെ ഉറപ്പുകൾ? കേവലം വാഗ്ദാനങ്ങൾക്കപ്പുറം അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് എത്രത്തോളം പ്രതീക്ഷയോടെ കാത്തിരിക്കാം? കേവലം വാഗ്ദാനങ്ങൾക്കപ്പുറം എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ ഉത്തരേന്ത്യയില് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ കേരളത്തിൽ നമ്മുടെ വീടുകളുടെയും കടകളുടെയും ഒക്കെ മുമ്പിൽ വരുമായിരുന്നു, കയ്യിലൊരു സർട്ടിഫിക്കറ്റും ഒക്കെ പിടിച്ച്. കൃഷി നഷ്ടപ്പെട്ടു പോയി, വീട് നഷ്ടപ്പെട്ടു പോയി, ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെയുള്ള ആൾക്കാര്. പക്ഷെ ഇന്ന് ആരെയും കാണുന്നില്ല. അവിടെയൊക്കെ ഇന്നും വെള്ളപ്പൊക്കമുണ്ട്, അവിടെ ഇന്നും കൊടുങ്കാറ്റുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവരിങ്ങോട്ട് വരാത്തത്? കാരണം അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു, വികസനം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. കൃഷിയും വ്യവസായവും ബിസിനസ്സും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യവും എല്ലാ മേഖലയിലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. 6 പതിറ്റാണ്ട് നീണ്ടു നിന്ന കോൺഗ്രസ് ഭരണത്തിന് ശേഷം ഈ ഭരണം ഞങ്ങളെ രക്ഷിക്കില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു ജനത അവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ, ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലേറ്റാൻ തയ്യാറായപ്പോൾ അവരുടെ ഭാവി മാറി. ഇതുപോലെ തന്നെ കേരളത്തിലും ഒരു മാറ്റം സാധ്യമാണ്, അനിവാര്യവുമാണ്. അതാണ് ഈ പ്രകടന പത്രികയിലൂടെ ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കേരളത്തിന്റെ ഭക്ഷ്യ ഉൽപാദനം എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന്റെ 80% നമുക്കത് മതിയായിരുന്നു. നമുക്ക് പച്ചക്കറി ഒന്നും പുറത്തുനിന്ന് വരുത്തേണ്ടി വരുന്നില്ല. നമ്മുടെ നെല്ലുൽപാദനം നമ്മുടെ ആവശ്യത്തിന്റെ 80% ഉണ്ടായിരുന്നു. 70 വർഷത്തെ ജനാധിപത്യ ഭരണത്തിന് ശേഷം, ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചതിന് ശേഷം ഇപ്പോൾ നമുക്ക് നമ്മുടെ നെല്ലിന്റെ ഉൽപാദനം എന്ന് പറയുന്നത് 14%. ബാക്കി മുഴുവൻ ഇറക്കുമതി ചെയ്യുക. പച്ചക്കറി 90% ഇറക്കുമതി ചെയ്യുക. വെളിച്ചെണ്ണ പോലും അങ്ങനെയാണ്. അപ്പോൾ എന്താണ് ഇതിന് കാരണം? ആരാണ് ഇതിന് കാരണം? ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരളത്തിന് ഒരു ബദൽ, അതിന് ഭക്ഷ്യധാന്യങ്ങൾ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മറ്റു വസ്തുക്കളും, ഭക്ഷണവുമായി ബന്ധപ്പെട്ട പച്ചക്കറിയാണെങ്കിലും ഭക്ഷ്യധാന്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ദീർഘദർശനമാണ് നമുക്ക് ഈ പ്രകടന പത്രികയിൽ കാണാവുന്നത്. അതുപോലെ തന്നെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് 30,000 രൂപയാണ് ഒരു വർഷം. പ്രതിമാസം 2,500 രൂപ എന്ന് പറയുമ്പോൾ 30,000 രൂപ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കിട്ടുകയാണ്. മരുന്ന് വാങ്ങാനോ ഭക്ഷണം വാങ്ങാനോ അവർക്ക് ആ കാർഡ് ഉപയോഗിക്കാം. റീചാർജ് ചെയ്ത് കിട്ടുന്ന ആ കാർഡില് ഭക്ഷ്യസുരക്ഷയും ആരോഗ്യ സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ഏറ്റവും വലിയ ചെലവുകളിൽ ഒന്ന് മരുന്ന് വാങ്ങുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആകെ ഭൂവിസ്തൃതിയുടെ 1% മാത്രമുള്ള കേരളം, ജനസംഖ്യയുടെ 2-2.5% മാത്രമുള്ള കേരളം, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകളുടെ 25% നമ്മളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ആരോഗ്യരംഗം എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏറ്റവും വലിയ ചെലവ്, ഏറ്റവും സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്നത് ഈ മരുന്ന് കഴിക്കുക എന്നുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ആരോഗ്യ സുരക്ഷ, ഭക്ഷ്യസുരക്ഷാ കാർഡുകൾ കിട്ടുന്നത്. കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ഏറെ വിഷമിക്കുന്ന വീട്ടമ്മമാർക്ക് 2 സിലിണ്ടറുകൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ഓണത്തിനും ക്രിസ്മസിനും എന്ന് പറയുമ്പോൾ ഏതാണ്ട് 6 മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന 2 സൗജന്യ സിലിണ്ടറുകളും കൂടെ അഡീഷണൽ ആയിട്ട് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന സാമ്പത്തികമായ സപ്പോർട്ട് ചെറുതല്ല. ഇന്ന് കേരളത്തിന്റെ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാലേ, പണ്ടൊക്കെ പറയായിരുന്നു നമ്മള് വൻ നഗരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കൊതുകാണ് വലിയ പ്രശ്നമെന്ന്. ഇപ്പോഴോ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തെരുവ് നായ്ക്കളുടെ ശല്യം, അതിനെയും ഈ പ്രകടന പത്രിക അഡ്രസ്സ് ചെയ്യുന്നുണ്ട്.